ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു കുഞ്ഞ് റോഡ് ട്രിപ്പ് പോവുകയാണ്. ലേക്ക് ജോർജ് എന്ന് പറയുന്ന ഒരു ടൗണിലേക്കാണ് കേട്ടോ പോകുന്നത്. ന്യൂയോർക്കിലെ ഒരു ടൗണാണ് ലേക്ക് ജോർജ് എന്ന് പറയുന്നത്. ഈ ഒരു ലേക്ക് ജോർജിന് ആ ഒരു പേര് വരാൻ കാരണം അവിടെ ഒരു വലിയൊരു ലേക്ക് ഉണ്ട്. ആ ലേക്കിൻ്റെ പേരിലാണ് ആ ടൗണും അറിയപ്പെടുന്നത്. ആ ലേക്കിന് ചുറ്റും രൂപപ്പെട്ട ഒരു ടൗൺ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ടൗൺ അത്യാവശ്യം കുറച്ച് ഫേമസ് ആണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അവിടെ ഒരു 3 മണിക്കൂറോളം ഡ്രൈവ് കഴിഞ്ഞ് അവിടെ എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ അവിടെ ഒരു വിസിറ്റർ സെൻറ്ററിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വിസിറ്റർ സെൻറ്ററിൽ കുറച്ച് അവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അധികം ഒരുപാടൊന്നും അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരിത് എനിക്ക് കണ്ടപ്പം ഭയങ്കര ഇഷ്ടമായി, ഇതിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ട്. അപ്പോൾ അവിടെ പോയി അതൊക്കെ കണ്ടു, ഒന്ന് ഫ്രഷായി, വാഷ്റൂമിലൊക്കെ പോയി ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വലിയ ലേക്ക് ജോർജ് എന്ന് പറയുന്നത്. വലിയൊരു ലേക്കാണ്. അതുപോലെ തന്നെ ഇതിനൊരു പ്രത്യേകത വന്നിട്ട് ഇത് ഫ്രഷ് വാട്ടർ ലേക്കാണ് കേട്ടോ. US തന്നെ ടോപ്പ് 9 ഫ്രഷ് വാട്ടർ ലേക്സിൽ ഒന്നാണ് ലേക്ക് ജോർജ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ലേക്ക് ജോർജിന് ചുറ്റും കാണുന്ന മൗണ്ടെയ്ൻസിൻ്റെ പേരാണ് അഡിറോണ്ടാക് മൗണ്ടെയ്ൻസ്. അപ്പോൾ ആ മൗണ്ടെയ്ൻസിനൊക്കെ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നിന്നിട്ട് കാണാനായിട്ട് ആ ഒരു വെള്ളവും ആ മൗണ്ടെയ്നും ഒക്കെ കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ തിങ്സ് ടു ഡു ഇൻ ലേക്ക് ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇവിടെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് സ്റ്റീം ബോട്ട് റൈഡ് വന്നിട്ട്. പിന്നെ രണ്ടാമതുള്ള കാര്യങ്ങളാണ് പാരാസൈലിങ്ങും അതുപോലെ തന്നെ റാഫ്റ്റിങ്ങും ബോട്ട് റൈഡും. അങ്ങനെ ലേക്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത വന്നിട്ട് ഇവിടുത്തെ ബീച്ചാണ്. $1 മില്യൺ ബീച്ച് അല്ലെങ്കിൽ ലേക്ക് ജോർജ് ബീച്ച് എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മളുടെ കടലിൻ്റെ ഒരു ബീച്ച് ആ ഒരു പ്രതീക്ഷയൊന്നും വെച്ചിട്ട് ഇവിടെ പോകാൻ വേണ്ടി പാടില്ല. കാരണം ഇതൊരു ലേക്കിൻ്റെ സൈഡിലുള്ള ബീച്ചാണ്. അതുകൊണ്ട് തിരയും കാര്യങ്ങളൊക്കെ കുറവാണ്. പക്ഷേ നല്ലൊരു ബീച്ച് വൈബ് അവിടെയുണ്ട്. നമ്മളങ്ങനെ സ്റ്റീം ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എല്ലാം എടുത്തു. കയറാൻ വേണ്ടി പോവാന്ന്. എത്രയായി ടിക്കറ്റിന്? 3 ആർക്കും കൂടി 48 50 അടുത്ത് അല്ലേ? $48. നമ്മൾ ഈ ഒരു സ്റ്റീം ബോട്ട് ക്രൂയിസിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടോ. ഫാമിലി ഫോട്ടോ ആണെന്നുണ്ടെങ്കിലും അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വാങ്ങാം. അപ്പോൾ ആദ്യം കയറുമ്പോൾ തന്നെ ഞങ്ങളുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ക്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറി. You don't want to go between that spar buoy and shore there, sir. Huffing and puffing you here, that is the Minnie doing her job. You are on a true steam-driven stern wheel paddle unit. We have a big boiler. We take water in, put it in that boiler, use number 2 diesel fuel, turn that water into steam. That's our steamboat tip 2, horizontally mounted reciprocating engines.
And it's those engines that turn that big 12-foot red paddle wheel in the back. And that's all that pushes this 137-foot, 30-foot wide. ഈ ബോട്ട് റൈഡ് വന്നിട്ടൊരു 1 hour ജേണി ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടാണ് ഈ ഒരു ബോട്ട് റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ എക്സ്പെക്റ്റേഷൻ ഇത് മീറ്റ് ചെയ്തിട്ടില്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചതുകൊണ്ട് തന്നെ അത്ര നല്ല ഇതൊന്നും ആയിട്ട് ഈ ഒരു ബോട്ട് റൈഡിന് തോന്നിയിട്ടില്ല. കുഴപ്പമില്ല എന്ന് മാത്രമേ പറയാൻ വേണ്ടി പറ്റൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ബോറടിച്ചിട്ടാണ് ആ ഒരു മണിക്കൂർ ഞങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ ഹോട്ടലിലെത്തിട്ടാ. ഇതാണ് ഹാംപ്ടൺ ഇന്നിൻ്റെ ഹോട്ടലിലാണ് നമ്മളിന്ന് താമസിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് പോയി ചെക്ക് ഇൻ ചെയ്യാം. നമുക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം റൂമും കാര്യങ്ങളൊക്കെ. ഓ കയറട്ടെ. സമയം 7:25. ഇതാണ് ഹോട്ടല്. നോക്കട്ടെ. ഇതാണ് ഒരു ലോഞ്ചും കാര്യങ്ങളെല്ലാം. ഏട്ടൻ ചെക്ക് ഇൻ ചെയ്യുന്നുണ്ട്. നല്ല റേറ്റ്. ഐസ് വെൻഡിങ്. ഞാൻ അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. ബെഡ്, ലൈറ്റും ചെറിയൊരു ടേബിളും, പിന്നെ ഇവിടെ ചെറിയൊരു കൗച്ചുണ്ട്, ഒരു കുഞ്ഞു ടേബിളുണ്ട്, പിന്നെ ഈ സൈഡിലൊരു വലിയ ടേബിള്, ലാമ്പ്, പിന്നെ വീണ്ടും കണ്ണാടി, TV, പിന്നെ സാധാരണ ഉണ്ടാവുന്നത് പോലെ ഒരു ചെറിയൊരു കുഞ്ഞു ഫ്രിഡ്ജും കാര്യങ്ങളെല്ലാം ഉണ്ട്. തുറന്നൊന്നും നോക്കിയിട്ടില്ല. പിന്നെ ഒരു ഓവനുണ്ട്, കോഫി മേക്കറും, പിന്നെ ഐസ് ക്യൂബ്സ് വെക്കാനുള്ള സാധനം, കോഫി മേക്കർ, കപ്പ് അങ്ങനെ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ എന്തെങ്കിലെല്ലാം ഡിഷസ് വെക്കാനുള്ള ചെറിയൊരു ഡിഷ് റാക്കും കൂടിയുണ്ട്. പിന്നെ ഇവിടെ എക്സ്ട്രാ 2 കുഞ്ഞ് കൗച്ചുണ്ട്. ഇവിടെ ഒരു ടേബിള്. പിന്നെ വന്നിട്ട് എന്താ ഇവിടെ ഒരു വലിയൊരു മിററുണ്ട്. ഇത് തുറന്ന് കഴിഞ്ഞതിനകത്ത് അയൺ ബോക്സും അയൺ ചെയ്യാനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഹാങ്ങറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വാഷ് ഏരിയ, വാഷ് ബേസിൻ, പിന്നെ സോപ്പ്, ഫേസ് സോപ്പ് വെച്ചിട്ടുണ്ട്, ബോഡി ലോഷൻ, ഇവിടെ മിററുണ്ട്, ടവൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അടച്ചോ. ഡസ്റ്റ്ബിൻ ഉണ്ട്, ടോയ്ലറ്റ് ടിഷ്യൂ, ഫേസ് ടിഷ്യൂ, പിന്നെ ഇവിടെ ടോയ്ലറ്റ്, പിന്നെ ഇവിടെ ടബ് വന്നിട്ടുണ്ട്, ടബുണ്ട്, പിന്നെ ഒരു ഹെയർ ഡ്രയർ കൂടെ
വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ബാത്റൂം വന്നിട്ട്. പുറത്തേക്കുള്ള വ്യൂ ഇതാ, നല്ല വ്യൂ ആണ് കേട്ടോ പുറത്ത്. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം മോശമില്ല, വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം. അതാണിപ്പോൾ പ്ലാൻ. നമ്മളങ്ങനെ കുളിച്ച് ഫ്രഷായി ഭക്ഷണം കഴിക്കാനായിട്ട് പുറത്തിറങ്ങിയിട്ടാണ് ഉള്ളത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു കേരള ഹോട്ടൽ നോക്കിയപ്പോൾ കണ്ടു. അവിടെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. 9 മണി വരെയാണ് അവിടെ ടൈമുള്ള, ഓപ്പൺ ചെയ്ത് സമയം കാണാൻ. സ്പൈസ് മലബാർ എന്ന് പറയുന്ന ഒരു കേരള ഹോട്ടലിലേക്കാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 9 മണിയാണ് ക്ലോസിങ് ടൈം അവിടെ കാണിക്കുന്നത്. ഇപ്പോൾ 8:30 കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ചടപടയെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് വരാം. അറിയില്ല ക്ലോസ് ചെയ്യാനായോ, അവിടെ ആൾക്കാരുണ്ടോ, തിരക്കുണ്ടോ. ഈ ഒരു സമയം 8:30 ആയതുകൊണ്ട് ഒന്നും അറിയില്ല. ഏതായാലും പോയി നോക്കട്ടെ. നോക്കിയല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും നോക്കാം. ഇവിടുന്ന് അടുത്താണ്, ഒരു 4 മിനിറ്റ് ദൂരം മാത്രമേ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോയിട്ട് വരട്ടെ. കയറി നോക്കിക്കൂടെ സ്പൈസ് മലബാർ. അപ്പുറം നല്ല കഥകളിയുണ്ട്. നമ്മൾ ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോയി, കഴിക്കാൻ പോയി. അവിടെ 8:30 ശേഷം ഡൈനിങ് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ടൊരു ടേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്യാമെന്ന് നമ്മൾ ഭക്ഷണവും വാങ്ങിയിട്ട് തിരിച്ച് റൂമിലെത്തി. ചിക്കൻ കറിയും ഇതിൻ്റെ കൂടെ പപ്പടും പിന്നെ ഒരു ഉള്ളി അച്ചാറോടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് തീർന്നുപോയി. നല്ല ടേസ്റ്റായിരുന്നു കറി, അടിപൊളി. ഗുഡ് മോർണിംഗ്. നമ്മളെ ലേക്ക് ജോർജിലെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ നമ്മൾ ചടപടയെന്ന് പറഞ്ഞ് താഴെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഒരു എഗ്ഗ് എടുക്കാം. ഇത് പൊട്ടറ്റോ ആണ് കേട്ടോ, ഫ്രൈഡ് പൊട്ടറ്റോ. കുറച്ച് പൊട്ടറ്റോ, പിന്നെ സോസേജ്. കണ്ടിട്ട് ഇത് ടർക്കി സോസേജ് ആവാനാണ് സാധ്യത. അപ്പോൾ 2 ടർക്കി സോസേജ് എടുക്കാം. ഇതാ, ഇതിൽ സ്ലൈസ്ഡ് ബ്രെഡ് ഉണ്ടാവും. ഒരു ബ്രെഡ് വേണ്ട. ഇതിവിടെ വാഫിൾസ് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. 2 ടൈപ്പ് നമുക്ക് കപ്പ് എടുത്ത് നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ സോസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു ബട്ടർ എടുക്കാം, പിന്നെ സിറപ്പ് ഉണ്ട്. സോറി, grape jam.
അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു. കാര്യമായിട്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല, കാരണം സടപടയെന്ന് പറഞ്ഞ ഒരു ഓട്ടമായിരുന്നു. 10 മണി വരെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ടൈം വന്നിട്ട്, 6 മണി തൊട്ട് 10 മണി വരെ. അപ്പോൾ നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പം താഴേക്ക് പോയി കഴിച്ചു, വയറൊക്കെ ഫുള്ളായി. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാനും കാര്യങ്ങളൊക്കെ വഴിയെ ഞാൻ കാണിച്ചു തരാം. ഏട്ടനും ഇഷാനും ഫുൾ എടുത്ത് റിസപ്ഷനിൽ പോയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങി. ഇന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ 2 ഫ്രണ്ട്സ് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവരെ കൂടെ കാണിച്ചു തരാം, ആൻഡ്രജും സോണിയും. അപ്പോൾ അവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ നേരെ ലേക്ക് ജോർജിലേക്ക് പോകും. ഞങ്ങൾ ലേക്ക് ജോർജിൽ നിന്ന് കുറച്ചൊരു 40 മിനിറ്റ്സോളം ദൂരമാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായത്. കാരണം ആ ഭാഗത്ത് ഫുള്ളായിരുന്നു, പിന്നെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നു ആ ഒരു ഭാഗത്ത്. സോ നമ്മൾ കുറച്ച് ദൂരം ഒരു ക്ലിഫ്റ്റൺ അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ പേര്, ക്ലിഫ്റ്റൺ എന്തോ ഞാനിവിടെ താഴെ മെൻഷൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ ആയിരുന്നു റൂം എടുത്തിട്ടുണ്ടായത്. നല്ല ഇതായിരുന്നു കേട്ടോ, നല്ല റൂമും കാര്യങ്ങളൊക്കെയാണ്. ഫുഡും ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. അത്യാവശ്യം തിരക്കുണ്ട്, അങ്ങനെ ഭയങ്കര റഷും കാര്യങ്ങളൊന്നുമില്ല. പൂളുണ്ട്, ഫിറ്റ്നസ് ഏരിയ ഉണ്ട്, സാധാരണ ഹോട്ടലിലെ പോലെ. മൊത്തത്തിലൊരു അടിപൊളി ഹോട്ടലായിരുന്നു. ഇനി ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി ഇനി വീണ്ടും ലേക്ക് ജോർജിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് പോവാം. അവർ രണ്ടുപേരും എന്നെ താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴോട്ട് പോവാം. അപ്പോൾ ഇതാ റൂമും കാര്യങ്ങളൊക്കെ ഏകദേശം എങ്ങനെയാണോ നമുക്ക് തന്നിട്ടുണ്ടായത് അതുപോലെ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബെഡൊക്കെ അത്യാവശ്യം മോശമില്ലാണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടുന്ന് ഇറങ്ങുവാണ്. ബൈ. പെട്ടിയും കാര്യങ്ങളൊക്കെ ഏട്ടൻ താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു വാട്ടർ ബോട്ടിലും എൻ്റെ ചെറിയ ബാഗും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. നമ്മൾ വീണ്ടും ലേക്ക് ജോർജിൻ്റെ ഭാഗത്തെത്തി, ജസ്റ്റ് എത്തി. അത്യാവശ്യം നല്ല വെയിലുണ്ട്. 12 മണി ആവാനായി. ഇന്ന് ഈ ഒരു പാർക്കിൽ ഒരു തിരക്കുമില്ല, ആരുമില്ല, ആൾക്കാരാരുമില്ല. ഇന്നലെ മിക്കവാറും ഫയർ വർക്ക് ഉണ്ടായിട്ടുണ്ടാവും, അത് കാണാനായിരിക്കും ആൾക്കാരുണ്ടായിട്ടുണ്ടാവുക. നമ്മളുടെ 2 ഫ്രണ്ട്സ് കൂടെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവർ രണ്ടുപേരും ഈ ബീച്ച് സൈഡിലുണ്ട്. നമ്മൾ അവരെയും നോക്കി നടക്കുവാണ്. ലൈവ് ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കണ്ടുപിടിക്കട്ടെ. നമ്മൾ വണ്ടി വെച്ചത് അങ്ങ് ആ ഒരു ഭാഗത്തായിരുന്നു. അവർ ഈ ഭാഗത്താണ് ഉള്ളതെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് നടന്നു. പക്ഷെ അവർ ആക്ച്വലി ഉള്ളത് ആ ഒരു പാരാഗ്ലൈഡിങ് എല്ലാം ഇല്ല ആ ഒരു സൈഡിലുള്ള ബീച്ചിലല്ല. അപ്പം തന്നെ നമുക്ക് വീണ്ടും ഒന്നുകിലും വണ്ടി എടുത്ത് പോകാമോ, അല്ലാന്നുണ്ടെങ്കിൽ നടന്നിട്ട് പോകാം. യേശുവിനെ വെള്ളത്തിൽ ഇറക്കാൻ വേണ്ടി ചേട്ടൻ പോയിട്ടുണ്ട്. പക്ഷെ യേശു എങ്ങനെ ഇറങ്ങുന്നില്ല. യേശു ചേട്ടൻ്റെ കാലിൻ്റെ മുകളിൽ നിൽക്കുക. നല്ല ഭംഗിയില്ലേ സ്ട്രീറ്റിൽ അങ്ങോളം ലൈറ്റിന് താഴെ പൂവെല്ലാം വെച്ച് നല്ല ഭംഗിയുണ്ട് കാണാൻ. സ്റ്റീം ബോട്ട്. ഒരറ്റത്തുനിന്ന് മറ്റൊരറ്റത്തേക്ക് ഒരുപാട് നേരം നടന്നതിന് ശേഷം ഞങ്ങൾ ഈ ഒരു ഫൺ പാർക്കിൽ കയറാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഇൻഡോർ ഫൺ പാർക്കാണ്. അപ്പോൾ ഇഷാന് കുറച്ച് ബോറടി ആയിരുന്നു. ഇന്നലത്തെ പോലെ തന്നെയാണ് ഇന്നും, അങ്ങനെ ഒരുപാടൊന്നും അവിടെ കാണാനില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഈ ഒരു പാർക്കിൽ കയറി അവൻ കുറച്ച് കളിക്കട്ടെ എന്ന് ചിന്തിച്ച് അങ്ങനെ ഇഷാൻ 1-2 റൈഡൊക്കെ അവിടെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണയായിട്ട് ഇത് കോയിൻ ഇട്ട് കഴിഞ്ഞാൽ
ക്വാർട്ടർ കോയിന് $1 ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് സമയത്തേക്ക് വർക്കാവും. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ അതിൽ കളിച്ചു. അപ്പം ചില ഇതിലൊക്കെ ടിക്കറ്റ് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അതിന് ആ ടിക്കറ്റ് നമുക്ക് പിന്നെ റെഡീം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അങ്ങനെ 1-2-3 റൈഡൊക്കെ ഇഷ്യൂ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേയൊക്കെ വലിയ കുട്ടികൾക്ക് ചെയ്യേണ്ടതും വലിയ ആൾക്കാർക്ക് ചെയ്യേണ്ട ടൈപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തി 1-2 റൈഡും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുമ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇത്തവണയും ഞങ്ങൾ കണ്ട സമയത്ത് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. കൂടുതലും ഞങ്ങൾ കാണുന്ന സമയത്ത് ഞങ്ങളുടേതായ സമയം സ്പെൻഡ് ചെയ്യാനാണ് കേട്ടോ ഞങ്ങൾക്കിഷ്ടം. അപ്പോൾ ഞങ്ങൾ കുറേ സംസാരിച്ചു, ഒന്നിച്ച് ഭക്ഷണം കഴിച്ചു. അങ്ങനെ കുറേ നേരം ഈ ഒരു പാർക്കിനകത്ത് ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ബോറടിച്ചപ്പോൾ ഞങ്ങൾ മെല്ലെ ഇവിടെ നിന്ന് ഇറങ്ങി. ഇഷ്യൂ ഒന്ന് ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് കഴിച്ചു ഒന്നിച്ച്. അങ്ങനെ കുറേ നേരം സംസാരിച്ചിരുന്നു. അല്ലാതെ അവിടെ കാണാനായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡ് കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. അവർ വീട്ടിലേക്ക് പോവുകയാണ്, ഞങ്ങളുടെ വഴിക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് ഒരു ഷോപ്പ് കയറി 2-3 മാലയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ആദ്യം തീരുമാനിച്ചത് വീട്ടിലേക്ക് നേരെ പോകാമെന്നായിരുന്നു. പിന്നെ അങ്ങനെ ഇഷാനിന് കുറച്ച് സന്തോഷം ആവട്ടെ എന്ന് കരുതി ഞങ്ങൾ അവിടെ ഒരു എക്സ്പെഡിഷൻ പാർക്കിൽ പോകാനായിട്ട് തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ അവിടെയും കൂടെ കയറിയിട്ട് പോകാൻ നെക്സ്റ്റ് സ്റ്റേഷൻ ഉണ്ട്, ലേക്ക് ജോർജ് എക്സ്പെഡിഷൻ പാർക്ക്. ഈ സ്ഥലം വന്നിട്ട് കാണാൻ നമ്മളെ സ്റ്റോറി ബുക്ക് ലാൻഡിൽ പോയത് മാതിരി ഉണ്ട്. അപ്പം സ്റ്റോറി ബുക്ക് ലാൻഡിൽ പോയ വീഡിയോസ് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാട്ടോ. അതുപോലെ ഇങ്ങനെ കുറേ മരം, അതിൻ്റെ ഇടയിൽ ഒരുപാട് ഷോസും കാര്യങ്ങളും റൈഡും കാര്യങ്ങളും. കൊള്ളാത്ത ബബിള് പിടിക്കാൻ പോന്ന മാജിക് ഷോ ഉണ്ട് 4 മണിക്ക്. 4 മണിക്കല്ലേ സ്റ്റാർട്ടിങ് പറഞ്ഞേ? ആരുമില്ല. മാജിക് സ്റ്റാർട്ടായി. How you doing? What's your name? What is it? What? John, that sounds good, okay. Nothing in there at all. Nothing in there. What is this called? You know what this is? A pail, that's right. Oh, wait, hold on. Don't move. You got something hanging. Hey, not bad. ഇത് നല്ല ഹൈറ്റിൽ കറങ്ങി തിരിഞ്ഞ് വേണ്ടായിരുന്നു. ഇപ്പൊ കയറി ഈ ഒരു റൈഡ് വന്നിട്ടുണ്ടല്ലോ, ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് കറങ്ങുകയോ ചെയ്യുമെന്നുള്ളത്. പക്ഷെ എടുത്ത് മറിച്ച് കുറേ നല്ല ഹൈറ്റിൽ പോയിട്ടാണത് ഉണ്ടായ. ഒറ്റയടിക്ക് നല്ല ടയേർഡായ മാതിരി. ആകെ ഒരു റൈഡിൽ മാത്രമേ ഇവിടെ വന്നിട്ട് ഞാൻ കയറിയിട്ടുള്ളൂ. ഇഷ്യൂ 2-3 കയറി. ഞാൻ ഒറ്റയടിക്ക് ടയേർഡായി. ഭയങ്കര ഹൈറ്റിൽ പോയി, പ്രതീക്ഷിക്കാത്തതുകൊണ്ടാണ് വല്ലാതൊരു ഇതായിപ്പോയി. ഇതാണ്ട് ഇത്ര ഉയരത്തിൽ ഇത് പോകുന്നുണ്ട്. അത് ഭയങ്കരമല്ലാതൊരു. ഞങ്ങൾ 3 പേരും ഈ ഒരു റൈഡിൽ കയറുന്നത് വരെ ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു റൈഡിൽ കയറിയതിന് ശേഷം വേഗം അങ്ങ് ഡൗൺ ആയത് മാതിരി തോന്നി. 3 പേരും നന്നായിട്ട് ക്ഷീണം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇവിടുന്ന് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു. ഇഷ്യൂ പിന്നെയും 1-2-3 റൈഡിലൊക്കെ കയറിയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ എക്സ്പെഡിഷൻ പാർക്കിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഒരുപാട് ടയേർഡായിപ്പോയി. ആ ഒരു റൈഡ് ഞങ്ങൾ ഒരുപാട് ടയേർഡാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഫോണിൽ ബാറ്ററി ലോ ആയതുകൊണ്ട് എനിക്ക് ഒരുപാടൊന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തിരിച്ചു വരുന്നത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വീട്ടിലെത്തുന്നത് വരെ എടുക്കണം എന്നൊക്കെ ചിന്തിച്ചതായിരുന്നു. പക്ഷേ ഭയങ്കര മഴയായിരുന്നു. ഞങ്ങൾക്ക് വഴിക്ക് ഒരുപാട് നേരം മഴ കിട്ടിയിട്ടുണ്ടായി. അത് നല്ല മഴയായിരുന്നു. റോഡ് വിസിബിലിറ്റി ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഫോണിൽ ചാർജ് ഇല്ലാത്തത് കാരണം ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുക്കാനായിട്ട് നിന്നില്ല. വരുന്ന വഴിക്ക് ലേറ്റ് ആയതുകൊണ്ട് തന്നെ 8:30 ആയി. ഞങ്ങൾ വഴിക്ക് എത്തിയ സമയത്ത് ഇഷ്യൂ കുറച്ച് ഉറക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ
അവിടെ ഒരു ദോശ, എനിക്കതിൻ്റെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല, അങ്ങനെ ഒരു ഹോട്ടലിലൊരു സൗത്ത് ഇന്ത്യൻ ഹോട്ടലിൽ കയറി ഞങ്ങൾ ദോശയൊക്കെ കഴിച്ചു. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും 10 മണി 10:30 ആയിട്ടുണ്ടായി. തിരിച്ചു വരുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ഈ ഒരു 2 ദിവസത്തെ ലേക്ക് ജോർജ് വീഡിയോ വന്നിട്ട്. ഞങ്ങൾ കുറച്ച് എൻജോയ് ചെയ്തു, നിങ്ങളും ഞങ്ങളുടെ വീഡിയോയുടെ കൂടെ എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് മൊമെൻറ്റ്സ് ഞാൻ ഷൂട്ട് ചെയ്തത് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ലേക്ക് ജോർജ് വീഡിയോ വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത് തന്നെ കാണാം. ബൈ, ഹാവ് എ ഗുഡ് ഡേ.